ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അഡ്വക്കേറ്റ് അജികുമാറും അറസ്റ്റിലായി. PS പ്രശാന്ത് കേസിലെ 17-ാം പ്രതിയും അജികുമാർ 18-ാം പ്രതിയുമാണ്. 2019 ദ്വാരപാലക കേസിലാണ് ഇരുവരും പ്രതികളായത്. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ടുണ്ട്. കണ്ണൻ, ഇപ്പോൾ എന്ത് നടപടികളാണ് പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? രണ്ടുപേരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ? ഒപ്പം CPM ഭാഗത്തു നിന്നൊക്കെ പൂർണ്ണമായും ഇതൊരു രാഷ്ട്രീയ പ്രീതം എന്ന നിലയിലേക്കുള്ള ആരോപണങ്ങളൊക്കെ CPM തള്ളിക്കളയുകയുമാണ്. അതായത് PS പ്രശാന്ത് നിലവിലെ സാഹചര്യത്തിൽ ഇനി അങ്ങനെ ഒരു പാർട്ടി പിന്തുണയൊന്നും അദ്ദേഹം പ്രതീക്ഷിക്കുകയും വേണ്ട. പാർട്ടി പിന്തുണ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. CPIയുടെ പിന്തുണ അജികുമാറിന് ഉണ്ടാവില്ല. അതുപോലെ തന്നെ CPMന്റെ പിന്തുണ പ്രശാന്തിന് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ കേസിൽ, അതായത് 2025 സ്വർണ്ണ പാളി കേസുമായി ബന്ധപ്പെട്ട് പുതിയൊരു FIR രജിസ്റ്റർ ചെയ്യേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ SIT എത്തിയിരിക്കുന്നത്. 2019 കേസിൽ ഈ രണ്ട് പേരെ കൂടി പ്രതികളാക്കുക എന്നുള്ള തീരുമാനമാണുള്ളത്. അതിൽ 17-ാം പ്രതിയായി PS പ്രശാന്ത് വരും. ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്ത് 17-ാം പ്രതിയാകും. ദേവസ്വം ബോർഡ് മുൻ അംഗമായിട്ടുള്ള അജികുമാർ 18-ാം പ്രതിയാകും എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 3700-ാം നമ്പർ കേസിലാണ് ഇവർ പ്രതികളാക്കിയിരിക്കുന്നത്. അവരെ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിടുന്നു. SP S ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ആദ്യം ഇരുവരെയും വ്യത്യസ്തമായി എത്തി ചോദ്യം ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഇരുവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇരുവരെയും ഈ കൊല്ലം പോലീസ് ക്ലബ്ബിൽ നിന്ന് നേരെ ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവിടെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കും. അതിനുശേഷമായിരിക്കും വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകുക. വിജിലൻസ് കോടതിയുടെ സമയം അവസാനിക്കാൻ 5 മണിയോടുകൂടി സമയം അവസാനിക്കും. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിജിലൻസ് കോടതി ജഡ്ജിയുടെ വീട്ടിലേക്ക് ഈ ഇരു പ്രതികളെയും കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ ഈ പ്രതികൾ ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കില്ല. അതായത് ഇന്ന് റിമാൻഡിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. അജികുമാർ കരൾ സംബന്ധമായിട്ടുള്ള ശസ്ത്രക്രിയയ്ക്ക് നേരത്തെ വിധേയനായാണ്. അതുകൊണ്ട് തന്നെ മരുന്നും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ കൃത്യമായ സമയത്ത് നൽകണം എന്നുള്ളൊരു ആവശ്യം മാത്രമായിരിക്കും അജികുമാറിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശ്രീ അനിൽകുമാർ അനിൽ കോടതിക്ക് മുൻപാകെ ധരിപ്പിക്കുക. വരും ദിവസങ്ങൾ മാത്രമായിരിക്കും ജാമ്യാപേക്ഷ സമർപ്പിക്കുക എന്നാണ് ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകർ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതുതന്നെയായാലും കേസിൽ കുറേ ദിവസങ്ങളായി വലിയ അറസ്റ്റോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിൽ നിർണായകമായിട്ടൊരു നീക്കമാണ് SITയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് പ്രശാന്തിനെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള സൂചന കൃത്യമായി പ്രശാന്തിന് ഉണ്ടായിരുന്നു. അറസ്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ കസ്റ്റഡിയിലേക്ക് എടുക്കും എന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫേസ്ബുക്കിൽ നേരത്തെ താൻ അറസ്റ്റിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമൊക്കെ തന്നെ അദ്ദേഹം നടത്തുകയുണ്ടായി. അതിനുശേഷം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കായംകുളത്ത് നിന്ന് അജികുമാറിനെ കൂടി കസ്റ്റഡിയിൽ എടുക്കാനായിരുന്നു അന്വേഷണ സംഘം SIT തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ കായംകുളത്തെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന യാത്രാമധ്യയാണ് അജികുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് SIT സംഘം കസ്റ്റഡിയെടുത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പോലീസ് ക്ലബ്ബിലേക്ക് തൻ്റെ 11:30 അജികുമാറിനെ എത്തിച്ചത്. അതിനുശേഷം ഇരുവരെയും ചോദ്യം ചെയ്യുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് 2025 ചിങ്ങമാസ പൂജകൾക്ക് ശേഷമാണ് സ്വർണ്ണപ്പാളിയിൽ മങ്ങലുണ്ടായി എന്ന് പറഞ്ഞ് ആ സ്വർണ്ണപ്പാളികൾ അഴിച്ച് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് സ്വാഭാവികമായും അവിടുത്തെ ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷണറെ കാര്യങ്ങൾ അറിയിക്കേണ്ടതാണ്. എന്നാൽ രഹസ്യമായിട്ടാണ് ഈ പാളികൾ കൊണ്ടുപോയത്. സ്പെഷ്യൽ കമ്മീഷണറെ വിവരം അറിയിച്ചിരുന്നില്ല. സ്പെഷ്യൽ കമ്മീഷണർക്ക് രഹസ്യമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അന്വേഷണം നടത്തുകയും അതിനുശേഷം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയുമായിരുന്നു. ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടു. എന്തുകൊണ്ട് ഇത്തരത്തിൽ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഈ പാളികൾ കൊണ്ടുപോയി എന്നുള്ള ചോദ്യം ചോദിച്ചു. സമയത്ത് ഒരു വാർത്താസമ്മേളനത്തിൽ PS പ്രശാന്ത് പറഞ്ഞത് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ പോലും അട്ടിമറിക്കുന്ന ഒരു സ്ഥിതിയാണ്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് കൊണ്ടുപോയതിനേക്കാൾ കൂടുതൽ 9 ഗ്രാം സ്വർണം കൂടുതൽ പൂശിയാണ് ഇപ്പോൾ സ്വർണ്ണപ്പാളികൾ തിരികെ കൊണ്ടുവന്നതെന്നുള്ള പരാമർശമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതായത് 2019 കേസ് അന്വേഷണം നടത്താൻ പ്രധാനമായ പ്രേരകമായത് 2025 സ്വർണ്ണപ്പാളി കൊണ്ടുപോയ കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇരുവരെയും SIT സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്പസമയത്തിൽ തന്നെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിലേക്ക് കൊണ്ടുപോകും.